ഇന്ധനവില വർധനയ്ക്കിടെ ഇരുട്ടടിയായി പാചകവാതക വില വർധനയും. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾക്ക് 25 രൂപ 50 പൈസ കൂട്ടി. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകൾക്ക് കൂട്ടിയത് 80 രൂപ. നട്ടം തിരിഞ്ഞ് ജനം. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ ലീഗ് ബന്ധം തുറന്നു സമ്മതിച്ച് PK ഫിറോസ്. പോലീസ് തിരയുന്ന KT സുഹൈൽ ലീഗ് പ്രവർത്തകൻ തന്നെയെന്ന ഫിറോസ്. പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി. സ്വർണ്ണക്കടത്ത് കേസിലെ ജുഡീഷ്യൽ കമ്മീഷനെതിരായ EDയുടെ ഹർജി നിലനിൽക്കില്ല എന്ന് സർക്കാർ. സംസ്ഥാനത്ത് ഇന്ന് 12,868 പേർക്ക് കോവിഡ്, 124 മരണം. TPR നിരക്ക് 10.3%. 88 പ്രദേശങ്ങളിൽ TPR നിരക്ക് 18-ന് മുകളിൽ. കോവിഡ് മരണങ്ങൾ നിർണ്ണയിക്കുന്നത് ICMR മാനദണ്ഡ പ്രകാരമെന്ന് മന്ത്രി വീണ ജോർജ്. BJP കോഴ ആരോപണത്തിൽ പ്രസീത അഴീക്കോടിൽ നിന്നും ക്രൈംബ്രാഞ്ച് വീണ്ടും മൊഴിയെടുത്തു. മൊഴികളിൽ വ്യക്തത വരുത്തിയെന്ന് പ്രസീത. K സുരേന്ദ്രനെതിരെ കുരുക്ക് മുറുകുന്നു. KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് തഴയപ്പെട്ടതിനെതിരെ തുറന്നടിച്ച് കൊടിക്കുന്നിൽ സുരേഷ്. ദളിതനായതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് ക്രൂരമായ സൈബർ ആക്രമണം നേരിട്ടുവെന്ന് കൊടിക്കുന്നിൽ. പുനഃസംഘടന വരുമ്പോൾ തന്നെ ഓർക്കണമെന്ന് K മുരളീധരൻ. ലക്ഷദ്വീപ് ഭരണകൂടത്തിന് വീണ്ടും തിരിച്ചടി. വ്യത്യസ്ത നിരക്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഈടാക്കാനാവില്ല എന്ന് ഹൈക്കോടതി. നടപടി ഭരണഘടനാ വിരുദ്ധമെന്നും കോടതി. തുടർച്ചയായ ഇന്ധനവില വർധനവിന് പിന്നാലെ പാചകവാതക വിലയിലും ജനങ്ങളെ കൊള്ളയടിച്ച് കേന്ദ്ര സർക്കാർ. പാചകവാതക വില സിലിണ്ടറിന് 25 രൂപ 50 പൈസ കൂട്ടി 841 രൂപ 50 പൈസയിലെത്തി. വാണിജ്യ സിലിണ്ടറിനാകട്ടെ 80 രൂപ വർദ്ധിപ്പിച്ച് 1550 രൂപയിലുമെത്തി. സെഞ്ചുറിയും കിടന്ന് മുന്നേറുന്ന ഇന്ധനവില വർധനവിൽ ജനങ്ങൾ നട്ടം തിരിയുമ്പോഴാണ് പാചകവാതക വിലയിലും കേന്ദ്ര സർക്കാരിൻ്റെ തീവെട്ടിക്കൊള്ള. ഗാർഹിക ഉപയോഗത്തിനുള്ള പാചകവാതക വില സിലിണ്ടറിന് 25 രൂപ 50 പൈസയാണ് ഒറ്റ ദിവസം കൂട്ടിയത്. ഇതോടെ കൊച്ചിയിൽ സിലിണ്ടറിന് 841 രൂപ 50 പൈസ നൽകണം. വാണിജ്യ സിലിണ്ടറിനാകട്ടെ 80 രൂപയാണ് വർദ്ധിപ്പിച്ചത്. 1550 രൂപയാണ് പുതുക്കിയ വില. കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്ന കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധവും ഉയർന്നു കഴിഞ്ഞു. ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ അടുക്കളയിൽ തീ പുകയാത്ത സാഹചര്യമാണുള്ളതെന്ന് വീട്ടമ്മമാർ തന്നെ പറയുന്നു. അപ്പോൾ 600 രൂപ ഗ്യാസിൻ്റെ തരാമെന്നും പറഞ്ഞ് സർക്കാർ എല്ലാവരെയും കൊണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് എടുപ്പിച്ച് ഗ്യാസ് കൂട്ടി വെച്ചു. ഗ്യാസ് അതിൻ്റെ വില കൂട്ടി വെച്ചും എനിക്ക് കിട്ടിയിരിക്കുന്ന ആപ്പാട് 2 പ്രാവശ്യമാണ് ബാങ്കിൽ പൈസ വന്നിരിക്കുന്നത്. പിന്നെ ഇന്ന് വരെ 5 പൈസ സബ്സിഡി ഇനത്തിൽ വന്നിട്ടില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഇപ്പോൾ പൈസയ്ക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾ ബാങ്കിൽ പോയി തിരക്കുന്നത്. ആ ഒരു സംഭവം ഇപ്പോൾ ഇല്ലെന്നാണ് പറയുന്നത്. എത്ര രൂപ മുടക്കിയാണ് ആ ഗ്യാസിൻ്റെ പേപ്പർ റെഡിയാക്കിയ ഗ്യാസിൻ്റെ പേപ്പർ സബ്സിഡി റെഡിയാക്കിയത്. ആ മുടക്കിയ പൈസ പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. ഇനി ഗ്യാസ് വാങ്ങിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇല്ല, എൻ്റെ വീട്ടിൽ വിറകടപ്പില്ല. ഞാൻ ഗ്യാസിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഗ്യാസിൻ്റെ വില അമിതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. ഇത് നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല. അല്ലെങ്കിൽ വരുമാന മാർഗം വേണം, വരുമാനമില്ല, ചിലവ് മാത്രമേ ഉള്ളൂ. അപ്പം ജീവിക്കാൻ ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിൽ നിന്നു പോവുക. ഇത് ഈ ഒരു സുഭിക്ഷ അല്ലെ ജനകീയ ഭക്ഷണശാല ഇത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ളൊരു ആലോചിക്കേണ്ട ഒരു അവസ്ഥയിലാണ് വന്നു നിൽക്കുന്നത്. അപ്പോൾ ഇനിയും ഇങ്ങനെ സ്ത്രീകൾ, അല്ലാതെ കേരളത്തിലല്ല, ഈ ഇന്ത്യൻ സംസ്ഥാനം മുഴുവനുള്ള ആൾക്കാരെ ബാധിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലാണ് ഈ കൂടുതലും ജനകീയ ഭക്ഷണശാലകളുള്ളത്. അപ്പോൾ അവരെ സർക്കാർ, നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ സപ്പോർട്ട് ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാരോട് സപ്പോർട്ട് ചെയ്ത് ഇതിൻ്റെ പാചക വില വർധന കുറയ്ക്കണം എന്നൊരു അപേക്ഷ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുക. ജൂലൈ 1 മുതൽ എല്ലാ മാസവും ആദ്യ ദിവസം LPG സിലിണ്ടറുകളുടെ നിരക്ക് നിശ്ചയിക്കുമെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായാണ് വില വർധനവ്. കഴിഞ്ഞ 1 വർഷത്തിലധികമായി സാധാരണക്കാരന് ലഭിച്ചിരുന്ന പാചകവാതക സബ്സിഡിയും കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയിരിക്കുകയാണ്. ഇതിനിടെയാണ് കോവിഡ് കാലത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ജനങ്ങൾക്ക് ഇരുട്ടടി നൽകിക്കൊണ്ട് പാചകവാതക വില വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുന്നതും. കൈരളി ന്യൂസ്, കൊച്ചി. കരിപ്പൂരിൽ വീണ്ടും സ്വർണ്ണവേട്ട. 1.2 കോടി രൂപയുടെ സ്വർണവുമായി മലപ്പുറം വടകര ഉപ്പള സ്വദേശികളാണ് പിടിയിലായത്. അതേസമയം സ്വർണ്ണ കവർച്ച ആസൂത്രണ കേസിലെ 7 പ്രതികളുടെ ജാമ്യാപേക്ഷ മഞ്ചേരി ഫസ്റ്റ് ക്ലാസ് കോടതി തള്ളി. അന്വേഷണങ്ങൾക്കും വിവാദങ്ങൾക്കുമിടയിൽ കരിപ്പൂരിൽ വീണ്ടും അനധികൃതമായി കൊണ്ടുവന്ന സ്വർണം പിടികൂടി. 3 കിലോ സ്വർണവുമായി റാസൽ ഖൈമയിൽ നിന്നെത്തിയ 3 പേരാണ് DRI പരിശോധനയിൽ കുടുങ്ങിയത്.
വടകര സ്വദേശി കുന്നിയത്ത് മുസ്തഫ, മലപ്പുറം സ്വദേശി ലുക്കുമാൻ, ഉപ്പള സ്വദേശി മുഹമ്മദ് ഷാഫി എന്നിവരാണ് DRIയുടെ പിടിയിലായത്. 3 കിലോയോളം തൂക്കം വരുന്ന സ്വർണം മിശ്രിത രൂപത്തിലും 50 ഗ്രാം തൂക്കമുള്ള മാലയുമായായിരുന്നു ശരീരത്തിൽ ഒളിച്ചു കടത്താൻ ശ്രമിച്ചത്. പിടിയിലായവരുടെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധവും പരിശോധിക്കും. അതേസമയം സ്വർണ്ണക്കവർച്ച ആസൂത്രണ കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കേസിലെ 7 പ്രതികളാണ് മഞ്ചേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. രാമനാട്ടുകര അപകടവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ കവർച്ചാ കേസ് അന്വേഷണത്തിൽ 2 പേർ കൂടി പിടിയിലാവാനുണ്ട്. നിലവിൽ സൂത്രധാരൻ സുഫിയാനും സഹോദരൻ ഫിജാസും ഉൾപ്പെടെ 11 പേരാണ് അറസ്റ്റിലായത്. അന്വേഷണവും അറസ്റ്റും നടക്കുന്നതിനിടയിൽ സ്വർണ്ണക്കടത്ത് തുടരുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഞെട്ടിച്ചു. ജൂൺ 29-നും 60 ലക്ഷത്തോളം രൂപയുടെ സ്വർണവുമായി ദുബൈയിൽ നിന്നെത്തിയ മലപ്പുറം എടക്കര സ്വദേശി മുഹമ്മദ് ഫൈസൽ പിടിയിലായിരുന്നു. കൈരളി ന്യൂസ്, മലപ്പുറം. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ പോലീസ് തിരയുന്ന KT സുഹൈലിന്റെ മുസ്ലിം ലീഗ് ബന്ധം തുറന്ന് സംബന്ധിച്ച് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസ്. KT സുഹൈൽ ലീഗ് പ്രവർത്തകനും വൈറ്റ് ഗാർഡ് അംഗവുമായിരുന്നുവെന്ന് PK ഫിറോസ് പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം KT സുഹൈലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതാണ് എന്നും PK ഫിറോസ്. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ ഒളിവിൽ കഴിയുന്ന KT സുഹൈൽ ലീഗ് പ്രവർത്തകനും വൈറ്റ് ഗാർഡ് ക്യാപ്റ്റനുമാണെന്ന് വാർത്തകളുണ്ടായിരുന്നു. ഇത് ശരിവെച്ചിരിക്കുകയാണ് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. KT സുഹൈൽ ലീഗ് പ്രവർത്തകനും വൈറ്റ് ഗാർഡ് അംഗവുമായിരുന്നുവെന്ന് കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി PK ഫിറോസ് പറഞ്ഞു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് പിന്നാലെ സുഹൈലിനെ പുറത്താക്കിയതാണെന്നും ഫിറോസ് വ്യക്തമാക്കി. നേരത്തെ വൈറ്റ് ഗാർഡിൽ അംഗമായിരുന്ന ഒരു സ്വയം സന്നദ്ധ പ്രവർത്തനം എന്ന നിലക്ക് വളണ്ടിയർ ആയിരുന്ന ഒരാൾ വളരെ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് അദ്ദേഹം വൈറ്റ് ഗാർഡ് അംഗമായിരുന്നു. പഞ്ചായത്ത് ഇലക്ഷന് ശേഷം പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ തന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തുപോയതാണ്. വർഷങ്ങൾക്ക് മുൻപ് സംഘടനയിൽ നിന്നും പുറത്താക്കിയ ആകാശ് തില്ലങ്കേരിയുടെയും അർജുൻ ആയങ്കിയുടെയും പേരിൽ DYFIയെ കടന്നാക്രമിക്കുന്ന ലീഗ് നേതൃത്വമാണ് 6 മാസം മുൻപ് സുഹൈലിനെ പുറത്താക്കിയെന്ന് പറഞ്ഞ് സ്വയം ന്യായീകരിക്കുന്നത്. രാമനാട്ടുകര സംഭവത്തിന് ശേഷം ഒളിവിൽ കഴിയുകയാണ് KT സുഹൈൽ. കൈരളി ന്യൂസ്, കണ്ണൂർ. ജുഡീഷ്യൽ കമ്മീഷന് എതിരായ EDയുടെ ഹർജി നിലനിൽക്കില്ല എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. കേന്ദ്ര സർക്കാരിലെ ഒരു വകുപ്പ് മാത്രമായ EDക്ക് സംസ്ഥാന സർക്കാരിനെതിരെ ഹർജി നൽകാനാവില്ല എന്നും സർക്കാർ വ്യക്തമാക്കി. EDക്കെതിരായ ജുഡീഷ്യൽ അന്വേഷണം റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. EDക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ കേരളത്തിന് അധികാരമില്ല എന്നാണ് EDയുടെ വാദം. കമ്മീഷൻ നിയമനം സ്റ്റേ ചെയ്യണമെന്ന EDയുടെ ഹർജി നിയമപരമായി നിലനിൽക്കില്ലെന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ വാദിച്ചു. സംസ്ഥാന സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാരിലെ ഒരു വകുപ്പ് മാത്രമായ EDക്ക് കോടതിയെ സമീപിക്കാനാവില്ല. EDയുടെ ഹർജിയിൽ മതിയായ വാദങ്ങളുമില്ല. ഭരണഘടനാ അനുച്ഛേദം 131 പ്രകാരമാണ് സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത്. ഇത് സുപ്രീം കോടതിയിൽ മാത്രമേ ചോദ്യം ചെയ്യാൻ കഴിയൂ. സ്വപ്നയുടെ ശബ്ദരേഖ പരിശോധിക്കാൻ കമ്മീഷൻ ഒരു അന്വേഷണ ഏജൻസി അല്ലെന്ന EDയുടെ വാദം നിലനിൽക്കില്ല. മറ്റൊരു ലൈംഗികാരോപണ കേസിലെ ഓഡിയോ ടേപ്പിൻ്റെ നിജസ്ഥിതി പരിശോധിക്കാനുള്ള മറ്റൊരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ തീരുമാനം കേരള ഹൈക്കോടതി തന്നെ ശരിവച്ചിട്ടുണ്ട്. മാത്രവുമല്ല, സ്വപ്നയുടെ ശബ്ദരേഖയിൽ അന്വേഷണം വേണമെന്ന് ED തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും AG ചൂണ്ടിക്കാട്ടി. EDക്ക് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഹാജരായി ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടു. EDക്കെതിരെ അന്വേഷണ കമ്മീഷനെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല. അത് കോടതിയുടെ അധികാരപരിധിയിലുള്ളതാണെന്നും തുഷാർ മേത്ത വാദിച്ചു. കമ്മീഷൻ റിപ്പോർട്ടിനുമേൽ കേരള സർക്കാരിന് ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയില്ലെന്നും കേന്ദ്ര സർക്കാർ വാദിച്ചു. എന്നാൽ ഹർജിയുടെ നിയമസാധുത തന്നെ സർക്കാർ ചോദ്യം ചെയ്തിരിക്കുന്നതിനാൽ ചില കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് കോടതി വ്യക്തമാക്കി. തുടർന്ന് ഹർജി വിധി പറയാൻ മാറ്റി. കൈരളി ന്യൂസ്, കൊച്ചി. പോക്സോ കേസ് പ്രതിയെ സംരക്ഷിക്കുന്ന മാത്യു കുഴൽനാടൻ MLAക്കെതിരെ DYFI. ഇരയോടൊപ്പം നിൽക്കേണ്ട MLA വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്നത് അപമാനകരമാണ് എന്ന് DYFI എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ്. പോക്സോ കേസിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടിൽ നിന്ന് MLA പിന്മാറണമെന്നും DYFI ആവശ്യപ്പെട്ടു. പോത്താനിക്കാട് പീഡനക്കേസിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയെ സംരക്ഷിക്കുന്ന MLA മാത്യു കുഴൽനാടനെതിരെയാണ് DYFI രംഗത്തെത്തിയത്. കേസിൽ 2ാം പ്രതിയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷാൻ മുഹമ്മദ്. കഴിഞ്ഞ 1 മാസമായി ഒളിവിൽ കഴിയുന്നയാൾക്ക് MLAയും യൂത്ത് കോൺഗ്രസ് നേതൃത്വവുമാണ് സംരക്ഷണമൊരുക്കുന്നതെന്നാണ് DYFI ആരോപിക്കുന്നത്. കേസിൽ നേരത്തെ പ്രതി ഷാൻ മുഹമ്മദിൻ്റെ വക്കാലത്ത് MLA മാത്യു കുഴൽനാടൻ ഏറ്റെടുത്തിരുന്നു. പിന്നീട് വിവാദമായതോടെ മുൻ UDF സർക്കാരിൻ്റെ കാലത്തെ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലായിരുന്ന അസഫ് അലിയെ ഷാനായി നിയമിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഇരയ്ക്കൊപ്പം നിൽക്കേണ്ട MLA വേട്ടക്കാരനൊപ്പം നിൽക്കുകയാണെന്നും ഇത് കേരളത്തിന് അപമാനമാണെന്നുമാണ് DYFI പ്രസ്താവനയിൽ പറയുന്നത്.
ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച പ്രതിയെ രക്ഷിച്ചെടുക്കാനാണ് MLA ശ്രമിക്കുന്നത്. നീതിപീഠത്തോടും ജനാധിപത്യത്തോടും ആദരവുണ്ടെങ്കിൽ MLA പ്രതിയെ നിയമത്തിനു മുന്നിൽ എത്തിക്കണമെന്നും DYFI പ്രസ്താവനയിൽ പറയുന്നു. കൈരളി ന്യൂസ്, കൊച്ചി. പോക്സോ കേസ് പ്രതിയെ സംരക്ഷിക്കുന്ന മാത്യു കുഴൽനാടൻ MLAക്കെതിരെ DYFI ഇരയോടൊപ്പം നിൽക്കേണ്ട MLA വേട്ടക്കാരനൊപ്പം നിൽക്കുന്നത് അപമാനകരമാണ് എന്ന് DYFI എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ്. പോക്സോ കേസിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടിൽ നിന്ന് MLA പിന്മാറണമെന്നും DYFI ആവശ്യപ്പെട്ടു. മാത്യു കുഴൽനാടൻ MLAക്ക് അല്പമെങ്കിലും നീതിബോധമുണ്ടെങ്കിൽ പോക്സോ കേസ് പ്രതികളായ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കണമെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി A. റഹീം. പോക്സോ പ്രതികളെ സംരക്ഷിക്കാൻ യൂത്ത് കോൺഗ്രസ് പരസ്യമായ പ്രകടനങ്ങൾ നടത്തുന്നത് കത്വ സംഭവത്തിന് സമാനമാണ് എന്നും DYFI. ഞാൻ നിയമസഹായം നൽകുമെന്ന് പരസ്യമായി ഒരു MLA പ്രഖ്യാപിച്ചു. അതാണ് മാത്യു കുഴൽനാടൻ. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണിത്. ഞാൻ പരസ്യമായി നിയമസഹായം കൊടുക്കും. ഒരു പോക്സോ കേസ് പ്രതിക്കാണ് കൊടുക്കുന്നതെന്ന് ഓർമ്മ വേണം. +1 വിദ്യാർത്ഥിനിയായ ഒരു വിദ്യാർത്ഥിനി, ആ വിദ്യാർത്ഥിനി പീഡിപ്പിക്കപ്പെടുകയും ഗർഭിണിയാവുകയും ആ ഗർഭാവസ്ഥ അലസിപ്പിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ഇടപെട്ടു എന്നതാണ് കേസ്. അല്പമെങ്കിലും നീതിബോധം ശ്രീ മാത്യു കുഴൽനാടനിൽ അവശേഷിക്കുന്നുണ്ട് എങ്കിൽ ഇതിലെ പ്രതിയെ നിയമത്തിന് മുമ്പിൽ ഹാജരാക്കാൻ മാത്യു കുഴൽനാടൻ തയ്യാറാകണം. ഇടവേള. അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരായി ഉപയോഗിക്കുന്ന കേന്ദ്ര സർക്കാരിന് വീണ്ടും തിരിച്ചടി. പൗരത്വ നിയമത്തിനെതിരായ സമരങ്ങളുടെ പേരിൽ UAPA ചുമത്തി ജയിലിൽ അടച്ചിരുന്ന അസമിലെ കർഷക നേതാവും ജനപ്രതിനിധിയുമായ അഖിൽ ഗൊഗോയിയെ കുറ്റക്കാരനല്ല എന്ന് കണ്ട് NIA കോടതി വെറുതെ വിട്ടു. പൗരത്വ നിയമത്തിനെതിരെ സമരം ചെയ്തതിന്റെ പേരിലായിരുന്നു 2019 UAPAയും രാജ്യദ്രോഹ കുറ്റവും ചുമത്തി ശിവസാഗർ മണ്ഡലത്തിലെ MLA കൂടിയായ അഖിൽ ഗൊഗോയിയെ ജയിലിലടച്ചത്. എന്നാൽ അഖിലിനെതിരെ ചുമത്തപ്പെട്ട കുറ്റങ്ങളൊന്നും തെളിയിക്കാനാവാതെ വന്നതോടെയാണ് NIA സ്പെഷ്യൽ കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അസമിൽ പ്രതിഷേധിച്ച 61 സംഘടനകളുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആളാണ് അഖിൽ ഗൊഗോയ്. അസമിലെ അറിയപ്പെടുന്ന കർഷക നേതാവും വിവരാവകാശ പ്രവർത്തകനുമായ അഖിൽ അഴിമതിക്കെതിരായി നിരവധി നിയമ പോരാട്ടങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ചിട്ടുണ്ട്. പൗരത്വ സമരത്തിൽ അഖിലിന് ജനപിന്തുണയേറിയതോടെയാണ് UAPA ചുമത്തി NIA അദ്ദേഹത്തെ ജയിലിലടച്ചത്. 2 വർഷങ്ങൾക്ക് ശേഷം ജയിൽ മോചിതനായി പുറത്തിറങ്ങിയപ്പോഴും അഖിൽ രൂക്ഷമായ ഭാഷയിലാണ് BJP ഗവൺമെന്റുകളെ വിമർശിച്ചത്. ജനാധിപത്യപരമായ യാതൊന്നും BJPയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും സാമൂഹിക മാധ്യമങ്ങളിലെ ഇടപെടലിനെ പോലും രാജ്യദ്രോഹ കുറ്റമായാണ് BJP സർക്കാരുകൾ ചിത്രീകരിക്കുന്നതെന്നും ഗൊഗോയ് പറഞ്ഞു. മതത്തിന്റെ പേരിലുള്ള വിവേചനം അനുവദിക്കാനാകില്ലെന്നും പൗരത്വ നിയമത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ താൻ സജീവമായി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. ജാഗ്രതയോടെ നേരിടാം. സംസ്ഥാനത്ത് ഇന്ന് 12,868 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. 11,564 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. 1,25,008 പേരാണ് നിലവിൽ ചികിത്സയിൽ ഉള്ളത്. 1,561 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ച മലപ്പുറമാണ് ഏറ്റവും കൂടുതൽ കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. കുറവ് കേസുകൾ വയനാട്ടിലാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൻ്റെ 1,24,886 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.3 ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 124 മരണങ്ങളാണ് COVID-19 മൂലമാണ് എന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 13,359 TPR 18 മുകളിലുള്ള 88 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളാണ് സംസ്ഥാനത്ത് നിലവിൽ ആകെയുള്ളത്. കോവിഡ് മരണക്കണക്കിൽ സർക്കാരിന് ഒളിച്ചുവെക്കാൻ ഒന്നുമില്ല എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ICMRന്റെയും ലോകാരോഗ്യ സംഘടനയുടെയും മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ്. മരണങ്ങൾ ഓൺലൈനിലൂടെ ആശുപത്രികൾ അറിയിക്കണമെന്നും ആരോഗ്യമന്ത്രി. പ്രതിപക്ഷത്തിൻ്റേത് ജനശ്രദ്ധ തിരിക്കാനുള്ള ആരോപണം മാത്രമാണെന്നും മന്ത്രി പറഞ്ഞു. കോവിഡ് മരണ രജിസ്ട്രേഷൻ സംബന്ധിച്ച വിഷയത്തിൽ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇത് സംബന്ധിച്ച സർക്കാർ നിലപാട് വീണ്ടും വ്യക്തമാക്കിയത്. നിലവിൽ സുതാര്യമായ വികേന്ദ്രീകൃത ഓൺലൈൻ സംവിധാനം വഴിയാണ് മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത്. അതും ICMRന്റെയും WHO-യുടെയും മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം. കേന്ദ്രം പുതിയ മാർഗനിർദ്ദേശം നൽകിയാൽ അതനുസരിച്ച് പ്രവർത്തിക്കാൻ സർക്കാർ തയ്യാറാണ്. കോവിഡ് മൂലം മരണപ്പെട്ട എല്ലാവർക്കും സഹായം ലഭ്യമാക്കുക എന്നതാണ് സർക്കാർ നിലപാടെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ഇപ്പോൾ നമ്മൾ പിന്തുടരുന്നത് ICMRും ലോകാരോഗ്യ സംഘടനയും നൽകിയ ഗൈഡ് ലൈനാണ്. ഇനി അതല്ല, ഇതിന് മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഒരു നിർദ്ദേശം ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അതിനെ സംബന്ധിച്ച് ഒരു കാര്യമേ ഉള്ളൂ, നമ്മുടെ ആളുകൾക്ക്, നമ്മുടെ ജനങ്ങൾക്ക് അത് സഹായം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നൽകുക എന്നുള്ളത് തന്നെയാണ്
അതുതന്നെ ആ ഒരു നിലപാടാണ് ആരോഗ്യവകുപ്പിന് ഉള്ളത്. പ്രവാസ ലോകത്ത് കോവിഡ് മൂലം മരണപ്പെട്ടവരെ ഏതുതരത്തിൽ സഹായിക്കാനാവുമെന്നത് സർക്കാർ പരിശോധിക്കും. പ്രതിപക്ഷത്തിന്റെ ആരോപണം ജനശ്രദ്ധ തിരിക്കാൻ മാത്രമാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകളിൽ വർധനവ്. 48,786 പേർക്കാണ് കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചത്. 1005 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 61,588 പേർ കഴിഞ്ഞ ദിവസം രോഗമുക്തി നേടി. രാജ്യത്ത് കുട്ടികളിലെ കോവാക്സിൻ പരീക്ഷണത്തിന് അനുമതിയില്ല. വാക്സിൻ വിദഗ്ധ സമിതിയാണ് അനുമതി നിഷേധിച്ചത്. ഇതിനിടെ സൈഡസ് കാഡില വികസിപ്പിക്കുന്ന സൈക്കോവ് ഡി അടിയന്തര ഉപയോഗത്തിന് DCGIയുടെ അനുമതി തേടി. അതേസമയം കോവാക്സിൻ, കോവിഷീൽഡ് എന്നിവയ്ക്ക് യൂറോപ്യൻ യൂണിയൻ അംഗീകാരത്തിനായി കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്ത് കോവിഡ് കേസുകളിൽ നേരിയ വർധനമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെ 48,786 പേർക്ക് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ പ്രകാരം 1005 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. നിലവിൽ രാജ്യത്തെ പ്രതിദിന പോസിറ്റിവിറ്റി നിരക്ക് 2.54%. തുടർച്ചയായ 24-ാം ദിവസവും പ്രതിദിന പോസിറ്റിവിറ്റി നിരക്ക് 5%-ൽ താഴെയായി രേഖപ്പെടുത്തി. 61,588 പേർ കോവിഡ് രോഗമുക്തി നേടി. തുടർച്ചയായ 49-ാം ദിവസവും രാജ്യത്തെ പ്രതിദിന കേസുകളേക്കാൾ കൂടുതൽ രോഗമുക്തി നിരക്കാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം 5,23,257 കുറഞ്ഞു. കുട്ടികളിലെ കോവാക്സിൻ പരീക്ഷണത്തിന്റെ 2-3 ഘട്ട ക്ലിനിക്കൽ പരീക്ഷണത്തിന് ഇന്ത്യയിൽ അനുമതി നൽകരുതെന്ന് വാക്സിൻ വിദഗ്ധ സമിതി അറിയിച്ചു. 2 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ക്ലിനിക്കൽ പരീക്ഷണം നടത്താനാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് അനുമതി തേടിയത്. ഇപ്പോൾ നടക്കുന്ന മുതിർന്നവരിലെ പരീക്ഷണം പൂർത്തിയാവട്ടെ എന്ന നിലപാടാണ് വിദഗ്ധ സമിതി മുന്നോട്ട് വച്ചിട്ടുള്ളത്. സ്പുട്നിക് ലൈറ്റിന്റെ 3ാം ഘട്ട ക്ലിനിക്കൽ പരീക്ഷണത്തിനും ഇന്ത്യയിൽ അനുമതി നിഷേധിച്ചു. ഇന്ത്യൻ ഡ്രഗ് റെഗുലേറ്ററി ബോർഡാണ് അനുമതി നിഷേധിച്ചത്. അതിനിടെ രാജ്യത്ത് തദ്ദേശീയമായി വികസിപ്പിക്കുന്ന സൈക്കോവ് ഡി വാക്സിൻ്റെ അടിയന്തര ഉപയോഗത്തിനായി സിഡസ് കാഡില അനുമതി നേടി. 12 വയസ്സിന് മുകളിലുള്ളവർക്കും നൽകാൻ കഴിയുന്നതാണ് വാക്സിൻ എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. സൈക്കോവ് ഡി 3ാം ഘട്ട ക്ലിനിക്കൽ പരീക്ഷണവും പൂർത്തിയാക്കിയിരുന്നു. അതിനിടെ കോവാക്സിൻ, കോവിഷീൽഡ് എന്നിവയ്ക്ക് യൂറോപ്യൻ യൂണിയൻ അംഗീകാരത്തിനായി കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ശക്തമാക്കി. വാക്സിനുകൾക്ക് അംഗീകാരം നൽകാത്ത പക്ഷം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് നിർബന്ധിത ക്വാറന്റീൻ ഏർപ്പെടുത്താനാണ് നീക്കം. കൈരളി ന്യൂസ്, ദില്ലി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് കണ്ടുകെട്ടി. 65 കോടിയോളം വരുന്ന പഞ്ചസാര മില്ലാണ് കണ്ടുകെട്ടിയത്. വിവരങ്ങൾ പ്രേംലാൽ നൽകും. പ്രേംലാൽ, നേരത്തെ സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ED ചാർജ് ചെയ്ത കേസ്, അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും പേരിലുള്ള സ്വത്തുക്കൾ ഒക്കെ. അപ്പോൾ ഇത് സജീവമായി നിന്നിരുന്നൊരു കേസാണ്. എന്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഇക്കാര്യത്തിൽ ഉണ്ടായത്? അരുൺ, മഹാരാഷ്ട്ര സംസ്ഥാന സഹകരണ ബാങ്ക് അഴിമതി കേസിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ ഭാര്യയുടെ നിയന്ത്രണത്തിലുള്ള പഞ്ചസാര മിൽ അടക്കമുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടിയത്. അജിത് പവാറിന്റെ ഒരു ബന്ധുവാണ് ഇത് നടത്തിവരുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് നടപടി. എൻഫോഴ്സ്മെന്റ് നടപടി സ്റ്റേ ചെയ്യാൻ കോടതി വിസമ്മതിച്ചതിനെ തുടർന്നാണ് സ്വത്ത് കണ്ടുകെട്ടിയത്. ഉപമുഖ്യമന്ത്രിയുടെയും ഭാര്യയുടെയും പേരിലുള്ള സ്വത്ത് വകകളിലാണ് കണ്ടുകെട്ടൽ നടപടി ഉണ്ടായിരിക്കുന്നത്. അജിത് പവാറിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 65 കോടി രൂപയുടെ സ്വത്തുക്കളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത്. ഇത് 2010-ൽ വസ്തു വാങ്ങുന്ന വിലയായിരുന്നുവെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. സത്താറയിലെ ഭൂമി, കെട്ടിടം, പ്ലാന്റ്, യന്ത്രങ്ങൾ എന്നിവയാണ് കണ്ടുകെട്ടിയ അനുബന്ധ വസ്തുവകകൾ. 2019-ൽ മുംബൈ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം രജിസ്റ്റർ ചെയ്ത FIRന്റെ അടിസ്ഥാനമാക്കിയാണ് ഈ അന്വേഷണം ആരംഭിച്ചത്. 25,000 കോടി രൂപയുടെ അഴിമതി നടന്നു എന്നത് അന്നു മുതലേ കേട്ടിരുന്നതാണ്. അപ്പോൾ അത് ബാങ്കിന് നഷ്ടമുണ്ടാക്കും വിധം അദ്ദേഹം പ്രവർത്തിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിലാണോ ഇതിനകത്ത് ഇപ്പോഴീ മറ്റു നടപടികൾ ഉണ്ടായിട്ടുള്ളത് പ്രേംലാൽ? അതെ, 2010 മുതൽ ഇന്ന് വരെയുള്ള കാലയളവിൽ പൂനെ ജില്ലാ സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നായി ഏകദേശം 700 കോടി രൂപയുടെ വായ്പ എടുക്കുന്നതിനായും ഇദ്ദേഹത്തിന്റെ കമ്പനി ഉപയോഗിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഗുരു കമ്മോഡിറ്റി സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പേരിലാണ് നിലവിൽ സ്വത്തുക്കളുള്ളത്. ഇതൊരു ഡമ്മി കമ്പനിയാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത്. ജലന്തേശ്വർ ഷുഗർ മിൽസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പാട്ടത്തിന് നൽകിയതായിട്ടാണ് രേഖകളിലെല്ലാം കാണുന്നത്. ഇത് സ്പാർക്ലിംഗ് സോയിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ജലന്തേശ്വർ ഷുഗർ മിൽസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഭൂരിപക്ഷം ഓഹരികളും കൈവശം വെച്ചിരിക്കുന്നത്. നേരത്തെ ഈ സ്റ്റേക്കായി അജിത് പവാർ ശ്രമിച്ച ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ സ്റ്റേ നൽകാൻ കോടതി തയ്യാറായില്ല. അതിനെ തുടർന്നാണ് ഈ നടപടി. ഇത് അജിത് പവാറും ഭാര്യ സുനേത്ര അജിത് പവാറും ബന്ധപ്പെട്ടുള്ള കമ്പനിയാണെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ കണ്ടെത്തിയിരിക്കുന്നത്. കോടതിയിൽ ഇദ്ദേഹം സ്റ്റേ നടപടികൾക്കായി ശ്രമിച്ചെങ്കിലും അത് കിട്ടാതെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ മഹാരാഷ്ട്ര മന്ത്രിസഭയിലെ അനധികൃത സ്വത്ത് സമ്പാദന വിവാദത്തിൽ നടപടികൾ വേഗത്തിലാക്കുമെന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ ED നൽകിയിരിക്കുന്നത്. ശരി പ്രേംലാൽ മുംബൈയിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്. ഇടവേള. ലക്ഷദ്വീപ് ഭരണകൂടത്തിന് ഹൈക്കോടതിയിൽ നിന്ന് വീണ്ടും തിരിച്ചടി. ഭൂമി കൈമാറ്റത്തിനുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി പുതുക്കി നിശ്ചയിച്ച ഭരണകൂടത്തിന്റെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു.
വ്യത്യസ്ത നിരക്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഈടാക്കാനുള്ള ഉത്തരവ് ഭരണഘടനാ വിരുദ്ധവും ഇന്ത്യൻ സ്റ്റാമ്പ് നിയമത്തിന്റെ ലംഘനവുമാണെന്ന് കോടതി വ്യക്തമാക്കി. ഹർജിയിൽ ലക്ഷദ്വീപ് ഭരണകൂടത്തോട് കോടതി വിശദീകരണം തേടി. ഭൂമി കൈമാറ്റത്തിനുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ച നടപടിക്കെതിരെ അമിനി ദ്വീപ് സ്വദേശിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. വ്യത്യസ്ത നിരക്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഈടാക്കാനുള്ള തീരുമാനം ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ട് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. 3 തരം നിരക്കായിരുന്നു പുതിയ ഉത്തരവ് പ്രകാരം ഓരോ വിഭാഗവും സ്റ്റാമ്പ് ഡ്യൂട്ടിയായി നൽകേണ്ടത്. പുരുഷന്മാരുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിന് 6%, പുരുഷന്റെയും സ്ത്രീയുടെയും കൂട്ടുടമസ്ഥതയിലുള്ള വസ്തുവിന് 7%, മറ്റുള്ളവർക്ക് 8%. ഇങ്ങനെയായിരുന്നു നിരക്ക് നിശ്ചയിച്ചത്. ഇത് ഭരണഘടനാ വിരുദ്ധവും ഇന്ത്യൻ സ്റ്റാമ്പ് നിയമത്തിന്റെ ലംഘനവുമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്ന് വിശദീകരിക്കാൻ ലക്ഷദ്വീപ് ഭരണകൂടത്തിന് കോടതി നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസങ്ങളിൽ ലക്ഷദ്വീപ് ഭരണകൂടം പുറപ്പെടുവിച്ച വിവാദ ഉത്തരവുകളിൽ ഒന്നുകൂടി ഇതോടെ റദ്ദാക്കപ്പെടുകയാണ്. കൈമാറ്റം തടഞ്ഞ് സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഭരണകൂടത്തിന് ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഒരുക്കുകയായിരുന്നു ഉത്തരവിലൂടെ ഭരണകൂടം. കാലക്രമേണ ടൂറിസം വികസനത്തിനെന്ന പേരിൽ ഭൂമി കോർപ്പറേറ്റുകൾക്ക് കൈമാറാമെന്നും ഭരണകൂടം കണക്കുകൂട്ടി. ഹൈക്കോടതി ഇടപെടലിലൂടെ ഈ നീക്കത്തിനാണ് തിരിച്ചടി നേരിട്ടത്. സാലി മുഹമ്മദ്, കൊച്ചി. കേരളത്തിലെ കോവിഡ് വാക്സിൻ ചലഞ്ചിൽ പങ്കാളിയായി ചെക്ക് റിപ്പബ്ലിക് പ്രധാനമന്ത്രി ആന്ദ്രേ ബാബിഷ്. ചെസ് മത്സരത്തിൽ പങ്കെടുത്താണ് ചെക്ക് റിപ്പബ്ലിക് പ്രധാനമന്ത്രി കേരളത്തിന്റെ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായത്. കേരളത്തിനായി ചെക്ക് റിപ്പബ്ലിക്കിൽ നടക്കുന്ന മത്സരം കാണാം. ചെക്ക് റിപ്പബ്ലിക്കിൽ കഴിഞ്ഞ 29-ന് ചതുരംഗ പലകയിൽ കേരളത്തിനായി ഒരു യുദ്ധം ആരംഭിച്ചു. കേരളത്തിന്റെ കോവിഡ് വാക്സിൻ ചലഞ്ചിനായി കരുക്കൾ നീക്കാൻ ചെക്ക് പ്രധാനമന്ത്രി ആന്ദ്രേ ബാബിഷ് എത്തി. ചെക്ക് റിപ്പബ്ലിക് ചെസ്സിലെ ഇതിഹാസ താരം ഡേവിഡ് നവാര ഒരേ സമയം നിരവധി പേരുമായി നടത്തിയ മത്സരത്തിലാണ് ചെക്ക് റിപ്പബ്ലിക് പ്രധാനമന്ത്രിയും പങ്കെടുത്തത്. നവാരയുടെ പ്രതിയോഗികൾ നൽകുന്ന തുകകൾ കേരളത്തിന്റെ വാക്സിൻ ചലഞ്ചിനായി വിനിയോഗിക്കും. ചെസ് കേരളയുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാനാണ് ചെക്ക് റിപ്പബ്ലിക്കിലും മത്സരം നടന്നത്. ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രസിദ്ധനായ ചെസ് സംഘാടകനായ പാവലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചെസ് കേരളയുടെ നേതൃത്വത്തിലും വാക്സിൻ ചലഞ്ചിലേക്ക് ചെസ് മത്സരം വഴി പണം കണ്ടെത്തുന്നുണ്ട്. മത്സരാർത്ഥികൾ ഒരു വാക്സിനുള്ള തുക സംഭാവനയായി നൽകണമെന്നായിരുന്നു നിർദ്ദേശം. ഓൺലൈനിൽ നടന്ന മത്സരത്തിൽ പാവലും പങ്കെടുത്തിരുന്നു. 10 വാക്സിൻ ആവശ്യമായ തുകയായ 3000 രൂപയാണ് അന്ന് അദ്ദേഹം സംഭാവനയായി നൽകിയത്. ഇതിനുശേഷം ചെസ് കേരളയുമായി ഉണ്ടായ ആത്മബന്ധമാണ് ചെക്ക് റിപ്പബ്ലിക്കിലും മത്സരം നടത്തി കേരളത്തിനായി പണം സമാഹരിക്കാൻ പാവലിനെ പ്രേരിപ്പിച്ചതെന്ന് ചെസ് കേരള പ്രസിഡന്റ് NR അനിൽകുമാർ പറഞ്ഞു. കൈരളി ന്യൂസ്, തൃശൂർ. കടയ്ക്കാവൂർ കേസ് ഭർത്താവും പോലീസും ചേർന്ന് കെട്ടിച്ചമച്ചതാണ് എന്ന് അന്വേഷണ സംഘം. കുറ്റവിമുക്തയാക്കിയ അമ്മ. ആദ്യം അന്വേഷിച്ച കടയ്ക്കാവൂർ പോലീസ് മോശമായി പെരുമാറി. കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണം. മകനെ വിട്ടുകിട്ടാനാണ് തനിക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കിയത് എന്നും അമ്മ പറഞ്ഞു. ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചവരാരുടെ പേരും ഇതിൽ വന്നിട്ടില്ല. ഒരുപാട് പേരുടെ പങ്കുണ്ട് അതിൻ്റെ പിന്നിൽ. പക്ഷെ ആ ഒരു പേരുകളൊന്നും വന്നിട്ടില്ല പുറത്ത്. നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ ഇനി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ വെളിച്ചത്ത് കൊണ്ടുവരണം എന്നൊരു ആഗ്രഹമുണ്ട്. കോഴിക്കോട് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കണ്ടെത്തി. IBക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജില്ലയിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട ശാരദാ മന്ദിരം സ്വദേശി ജുരായുസിനെ കസ്റ്റഡിയിലെടുത്തു. 1 വർഷമായി വാടകയ്ക്കെടുത്ത കെട്ടിടത്തിലായിരുന്നു ജുരായുസിന്റെ പ്രവർത്തനം. നമ്പർ കണ്ടുപിടിക്കാനാകാത്ത വിധം ഫോൺ കോളുകൾ നടന്നതായും കണ്ടെത്തി. ചിന്താവളപ്പ്, എലത്തൂർ, നല്ലളം, വെള്ളിമാടുകുന്ന് എന്നീ സ്ഥലങ്ങളിലാണ് ലോക്കൽ പോലീസിന്റെ സഹായത്തോടെ IB പരിശോധന നടത്തിയത്. ISRO ചാരക്കേസ് ഗൂഢാലോചനയിൽ സിബി മാത്യൂസിനെതിരെ നമ്പിനാരായൺ. സിബി മാത്യൂസിന് മുൻകൂർ ജാമ്യം നൽകരുതെന്ന് നമ്പിനാരായൺ. ചാരക്കേസിൽ കൂടുതൽ ഇടപെട്ടതും തന്നെ ഉപദ്രവിച്ചതും സിബി മാത്യൂസ് ആണെന്നും നമ്പിനാരായൺ വാദിക്കുന്നു. കേസിന്റെ വാദം കേൾക്കൽ ജൂലൈ 7-ലേക്ക് മാറ്റിയിട്ടുണ്ട്. ജെയിൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ISRO ഗൂഢാലോചന കേസിൽ പ്രതിയായ സിബി മാത്യൂസ് ജാമ്യം തേടി കോടതിയെ സമീപിച്ചപ്പോഴാണ് തന്റെ വാദം കൂടി കേട്ട ശേഷം മാത്രമേ ജാമ്യം അനുവദിക്കാവൂ എന്നാവശ്യപ്പെട്ട് നമ്പിനാരായണനും കക്ഷി ചേർന്നത്. തിരുവനന്തപുരം ജില്ലാ കോടതി 1-ലാണ് നമ്പിനാരായണൻ ഹർജി നൽകിയത്. ISRO കേസിൽ തന്നെ ഏറ്റവും അധികം ഉപദ്രവിച്ചതും ഗൂഢാലോചന നടത്തി കള്ളക്കേസിൽ കുടുക്കിയതും സിബി മാത്യൂസ് ആണെന്നാണ് നമ്പിനാരായണന്റെ വാദം. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി വിശദമായ വാദം കേൾക്കാൻ കേസ് ഈ മാസം 7-ലേക്ക് മാറ്റി. ISRO ഗൂഢാലോചന കേസിൽ നമ്പിനാരായണന്റെ വാദങ്ങൾ CBI അന്വേഷണത്തിൽ നിർണായകമാകും. രാഷ്ട്രീയ നേതൃത്വത്തിന് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന വാദം അദ്ദേഹം ആവർത്തിച്ചാൽ CBI അന്വേഷണം കോൺഗ്രസ് നേതൃത്വത്തിലേക്കും എത്തുമെന്നാണ് സൂചന. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കുഴൽപ്പണത്തിൽ കുടുങ്ങിയ BJP.
BJPക്ക് എതിരായ കോഴ ആരോപണത്തിൽ JRP സംസ്ഥാന ട്രഷറർ പ്രസീത അഴീക്കോടിൽ നിന്നും ക്രൈംബ്രാഞ്ച് വീണ്ടും മൊഴിയെടുത്തു. തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് നേരത്തെ കൈമാറിയിട്ടുണ്ടെന്നും നേരത്തെ നൽകിയ മൊഴികളിൽ വ്യക്തത വരുത്താനാണ് വീണ്ടും വിളിപ്പിച്ചതെന്നും പ്രസീത പറഞ്ഞു. JRP സംസ്ഥാന ട്രഷറർ പ്രസീത അഴീക്കോട്, സെക്രട്ടറി പ്രകാശൻ മൊറാഴ, ഓർഗനൈസർ ബിജു അയ്യപ്പൻ എന്നിവരിൽ നിന്നാണ് ക്രൈംബ്രാഞ്ച് വീണ്ടും മൊഴിയെടുത്തത്. കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് വയനാട് DYSP R മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴിയെടുത്തത്. കണ്ണൂർ പോലീസ് ട്രെയിനിംഗ് സെന്ററിൽ വെച്ച് നടന്ന മൊഴിയെടുക്കൽ 2.5 മണിക്കൂർ നീണ്ടു. K. സുരേന്ദ്രനുമായി സംസാരിച്ച മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള തെളിവുകൾ നേരത്തെ കൈമാറിയിട്ടുണ്ടെന്നും മുൻമൊഴികളിൽ വ്യക്തത വരുത്താനാണ് വീണ്ടും വിളിപ്പിച്ചതെന്നും പ്രസീത പറഞ്ഞു. ഇന്ന് തെളിവുകളൊന്നും ഹാജരാക്കിയിട്ടില്ല. കഴിഞ്ഞ തവണ തന്നെ എല്ലാ തെളിവുകളും ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ കയ്യിലുള്ള ഫോണും എൻ്റെ ഫോണിലാണല്ലോ റെക്കോർഡുകൾ ഉള്ളത്. അത് ഇപ്പോൾ ഫോറൻസിക് ടെസ്റ്റിന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അന്ന് തന്നെ ഹാജരാക്കിയിട്ടുണ്ട്. അതെ, ഒരു ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്ന് വിളിച്ചു വരുത്തിയത് അതിന് വേണ്ടിയിട്ടായിരുന്നു. CK ജാനുവിന് K. സുരേന്ദ്രൻ 10 ലക്ഷം രൂപയും RSS സംഘടനാ സെക്രട്ടറി M. ഗണേഷ് 25 ലക്ഷം രൂപയും നൽകിയെന്നായിരുന്നു പ്രസീതയുടെ ആരോപണം. പ്രസീത ഉൾപ്പെടെ JRP നേതാക്കളിൽ നിന്നും നേരത്തെ 2 തവണ ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തിരുന്നു. കൈരളി ന്യൂസ്, കണ്ണൂർ. കൊടകര BJP കുഴൽപ്പണ കേസിൽ 2 പേർ കൂടി പോലീസിന്റെ പിടിയിലായി. സംഭവശേഷം ഒളിവിൽ പോയ ഷിഖിലിനെയും ഇയാളെ സഹായിച്ച റാഷിദിനെയുമാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഇതോടെ കവർച്ചാ കേസിൽ പ്രതി ചേർത്ത എല്ലാവരും പോലീസിന്റെ പിടിയിലായി. തിരുപ്പതിയിൽ നിന്നാണ് അന്വേഷണ സംഘം ഷിഖിലിനെയും ഇയാളെ ഒളിവിൽ പാർപ്പിക്കാൻ സഹായിച്ച റാഷിദിനെയും അറസ്റ്റ് ചെയ്തത്. സംഭവശേഷം ഷിഖിൽ ഒളിവിൽ പോയിരുന്നു. പല സംസ്ഥാനങ്ങളിലായി ഒളിവിൽ താമസിക്കുകയായിരുന്നു. ഒടുവിൽ തിരുപ്പതിയിൽ ഒളിവിൽ താമസിക്കുന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചു. തിരുപ്പതിയിൽ നേരിട്ടെത്തി ഇരുവരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സംഭവശേഷം ഒളിവിൽ പോയ ഇയാൾക്ക് മോഷ്ടിച്ച പണത്തിൽ നിന്ന് ഒരു വലിയ പങ്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. മോഷണം പോയ പണം വിട്ടുകിട്ടുന്നതിൽ ഇയാളുടെ അറസ്റ്റ് നിർണായകമാകും. നിലവിൽ 1,50 ലക്ഷം രൂപയാണ് അന്വേഷണ സംഘം വീണ്ടെടുത്തത്. അതേസമയം പണത്തിന്റെ രേഖകൾ ഹാജരാക്കാൻ കഴിയാത്തതിനാൽ ധർമ്മരാജൻ സമർപ്പിച്ച ഹർജി 13ലേക്ക് മാറ്റി. കൈരളി ന്യൂസ്, തൃശൂർ. ഇടവേള. ആലുവയിൽ ഗർഭിണിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കുമെതിരെ പോലീസ് കേസെടുത്തു. യുവതിയുടെ പരാതിയിൽ ആലുവ വെസ്റ്റ് പോലീസാണ് ഗാർഹിക പീഡനം, മർദ്ദനം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത്. ഇതേ തുടർന്ന് ഭർത്താവ് ജൗഹർ മുങ്ങിയതായി പോലീസ് പറഞ്ഞു. അതേസമയം സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ വനിതാ കമ്മീഷൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ആലുവ തുരുത്തു സ്വദേശി സലീം, മകൾ നഹ്ലത്ത് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. സ്ത്രീധനത്തിന്റെ പേരിലാണ് യുവതിയുടെ ഭർത്താവ് ജൗഹർ ഇരുവരെയും മർദ്ദിച്ചതെന്ന് പരാതിയിൽ ആരോപിച്ചിരുന്നു. വിവാഹ സമയത്ത് യുവതിയുടെ വീട്ടുകാർ 8 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയുടെ സ്വർണവും ജൗഹറിന് നൽകിയിരുന്നു. ഈ തുക ഉപയോഗിച്ച് വീട് വാങ്ങി. പക്ഷേ പിന്നീട് സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും ഇത് തീർക്കാനായി വീട് വിൽക്കണമെന്നും ജൗഹർ ആവശ്യപ്പെട്ടു. വീട് വിൽപ്പനയുമായി ബന്ധപ്പെട്ട കരാറിനെക്കുറിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം തന്റെ ഭാര്യാപിതാവായ സലീമിനെ ജൗഹർ വിളിച്ചു വരുത്തി. പിന്നീടുണ്ടായ വാക്കുതർക്കത്തിനിടെ ഗർഭിണിയായ തന്റെ ഭാര്യയെ ജൗഹർ മർദ്ദിക്കുകയും ചെയ്തു. ഇത് തടയാൻ ശ്രമിച്ച പിതാവ് സലീമിനെയും ജൗഹറും സുഹൃത്തും ചേർന്ന് മർദ്ദിച്ചുവെന്നും പോലീസിന് നൽകിയ പരാതിയിൽ വിശദീകരിച്ചിരുന്നു. കൂടാതെ ഭർത്തൃ വീട്ടുകാരും സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിച്ചിരുന്നതായി യുവതി ആരോപിച്ചിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ജൗഹർ, ഇയാളുടെ മാതാവ് സുബൈദ, ജൗഹറിന്റെ 2 സഹോദരിമാർ, ഒരു സുഹൃത്ത് ഉൾപ്പെടെ 5 പേർക്കെതിരെ ആലുവ വെസ്റ്റ് പോലീസ് കേസെടുത്തു. ഗാർഹിക പീഡനം, മർദ്ദനം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. ഇതേ തുടർന്ന് ഒളിവിൽ പോയ ജൗഹറിനായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം അറസ്റ്റിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതേസമയം മർദ്ദനത്തിൽ പരിക്കേറ്റ യുവതിയും പിതാവും ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കൈരളി ന്യൂസ്, കൊച്ചി. ചാലിശ്ശേരി കറുകപ്പുത്തൂരിൽ വീട്ടമ്മയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം. കറുകപ്പുത്തൂർ സ്വദേശി സെയ്ദ് ഹസൻ കോയ തങ്ങളെ ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ജൂൺ 28-നാണ് കേസിന് ആസ്പദമായ സംഭവം. പാരമ്പര്യ ആത്മീയ ചികിത്സ നടത്തുമെന്ന് അവകാശപ്പെടുന്ന സെയ്ദ് ഹസന്റെ അടുത്ത് കുടുംബ പ്രശ്നത്തിന് പരിഹാരം തേടിയെത്തിയതായിരുന്നു ഈ വീട്ടമ്മ. സ്ത്രീപക്ഷ കേരളം. സമൂഹത്തിൽ ഉയർന്നുവരുന്ന സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ CPIM നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സ്ത്രീപക്ഷ കേരളം പ്രചാരണ ബോധവൽക്കരണ പരിപാടിക്ക് ഇന്ന് തുടക്കമായി. ലിംഗനീതി വിഷയത്തെ ഗൗരവമായ ചർച്ചയ്ക്ക് വിധേയമാക്കാനുള്ള ഇടപെടലിന്റെ ഭാഗമായാണ് ഈ പ്രചാരണ പരിപാടി. സംസ്ഥാനത്ത് ഈയിടെയുണ്ടായ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, സ്ത്രീധന മരണങ്ങൾ, അതുയർത്തിയ സാമൂഹ്യ പ്രതിഫലനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സ്ത്രീപക്ഷ കേരളം പ്രചാരണ ബോധവൽക്കരണ പരിപാടിയുമായി CPIM രംഗത്ത് വന്നത്. സ്ത്രീവിരുദ്ധത എന്നത് സംസ്ഥാനത്ത്
തൊഴിൽ രംഗങ്ങളുണ്ടായ സ്ത്രീ മുന്നേറ്റത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. യാഥാസ്ഥിക മൂല്യങ്ങൾ കൂടുന്നതും അതിന് സമൂഹത്തിൽ ലഭിക്കുന്ന സ്വീകാര്യതയെ പ്രതിരോധിക്കുന്നതുമാകും പ്രചാരണ പരിപാടികൾ. ബോധവൽക്കരണ പരിപാടിയിലൂടെ ലിംഗനീതിയുമായി ബന്ധപ്പെട്ട വിഷയം ഗൗരവപൂർവ്വം ചർച്ച ചെയ്യപ്പെടുമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പി സതീദേവി പറഞ്ഞു. പെൺകുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സമീപനമായിരിക്കണം നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ ഉണ്ടാവേണ്ടത്. തൊഴിലിടങ്ങളിലും പൊതു ഇടങ്ങളിലുമെല്ലാം സ്ത്രീകൾക്ക് കൂടി അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് ഈ സമൂഹത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞാലേ സ്ത്രീക്ക് കൂടി ജീവിക്കാനുള്ളതാണ് ഈ മണ്ണ് എന്നുള്ള തിരിച്ചറിവ് പൊതുസമൂഹത്തിന് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഈ സമൂഹം പുരോഗമനപരമാണ് എന്ന് നമുക്ക് അഭിമാനിക്കാൻ കഴിയുള്ളൂ. ഇന്നു മുതൽ ജൂലൈ 7 വരെ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും ഉൾപ്പെട്ട അംഗങ്ങളും ഗൃഹസന്ദർശനം നടത്തി ആളുകളുമായി സംവദിക്കും. വിപുലമായ ബോധവൽക്കരണ പരിപാടികളും ആശയപ്രചാരണങ്ങളും പ്രാദേശിക തലത്തിൽ ഇതോടൊപ്പം ഉണ്ടാകും. ജൂലൈ 8-നാണ് സ്ത്രീപക്ഷ കേരളം എന്ന മുദ്രാവാക്യമുയർത്തിയുള്ള പൊതു ക്യാമ്പയിൻ. യുവാക്കളും വിദ്യാർത്ഥികളും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരടക്കം സ്ത്രീപക്ഷ കേരളം ക്യാമ്പയിനിൽ പങ്കാളികളാകും. കൈരളി ന്യൂസ്, കോഴിക്കോട്. അനശ്വര രക്തസാക്ഷി അഭിമന്യു ഓർമ്മയായിട്ട് നാളെ 3 വർഷം പൂർത്തിയാവുകയാണ്. അഭിമന്യുവിന്റെ ജന്മനാടായ ഇടുക്കി വട്ടവടയിൽ നടക്കുന്ന രക്തസാക്ഷി ദിനാചരണത്തിൽ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കും. അഭിമന്യു സ്മാരകം നാളെ MM മണി നാടിന് സമർപ്പിക്കും. എറണാകുളം മഹാരാജാസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയും SFI നേതാവുമായിരുന്ന അഭിമന്യു ഓർമ്മയായിട്ട് 3 വർഷം പൂർത്തിയാവുകയാണ്. വർഗീയതയ്ക്കും തീവ്രവാദത്തിനുമെതിരായ ശക്തമായ നിലപാടുകളിൽ പ്രകോപിതരായ അക്രമി സംഘം അഭിമന്യുവിനെ ക്യാമ്പസിൽ വെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. SDPI പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളാണ് 2018 ജൂലൈ 2-ന് അഭിമന്യുവിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. അഭിമന്യുവിനെ ഇല്ലാതാക്കിയവർക്ക് പക്ഷേ അവൻ മുന്നോട്ട് വെച്ച ആശയങ്ങളെ ഒരിക്കലും ഇല്ലായ്മ ചെയ്യാനാകില്ല. രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് വട്ടവട കൊട്ടക്കമ്പൂരിൽ നടക്കുന്ന ചടങ്ങിൽ MM മണി MLA അഭിമന്യു സ്മാരകം നാടിന് സമർപ്പിക്കും. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടക്കുന്ന ചടങ്ങിൽ അഭിമന്യുവിൻ്റെ രക്ഷിതാക്കളായ മനോഹരൻ, ഭൂപതി, സഹോദരങ്ങളായ പരിജിത്ത്, കൗസല്യ എന്നിവരും MLAമാരായ അഡ്വക്കേറ്റ് A രാജ, KM സച്ചിൻ ദേവ് തുടങ്ങിയവരും പങ്കെടുക്കും. അഭിമന്യുവിൻ്റെ വിയോഗത്തോടെ കുടുംബത്തെ CPIM ഏറ്റെടുക്കുകയായിരുന്നു. കൈരളി ന്യൂസ്, ഇടുക്കി. അന്തരിച്ച CPIM നേതാവ് MA അലിയാറിന്റെ മൃതദേഹം സംസ്കരിച്ചു. മന്ത്രിമാരും മറ്റു ജനപ്രതിനിധികളും അടക്കം പ്രമുഖർ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. കോവിഡ് ബാധിച്ച് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് മരണമടഞ്ഞത്. തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ CPIMൽ സജീവമായ MA അലിയാർ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, CPIM കായംകുളം ഏരിയ സെക്രട്ടറി, ചാരമൂട് ഏരിയ ആക്ടിംഗ് സെക്രട്ടറി, CITU ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. നിരവധി ട്രേഡ് യൂണിയനുകളുടെ ഭാരവാഹിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. സഹകരണ രംഗത്തും ട്രേഡ് യൂണിയൻ രംഗത്തും കഴിവ് തെളിയിച്ച രാഷ്ട്രീയ പ്രതിഭയായിരുന്നു അദ്ദേഹം. മൃതദേഹം രാവിലെ കരിയിലക്കുളങ്ങര ആലപ്പി കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിൽ മാനദണ്ഡങ്ങൾ പാലിച്ച് പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് CPIM കായംകുളം ഏരിയ കമ്മിറ്റി ഓഫീസിലും അതിനുശേഷം കരിയിലക്കുളങ്ങരയിലുള്ള വസതിയിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. പിന്നീട് 3 മണിയോടുകൂടിയാണ് കായംകുളം കുറുങ്ങാട് ജുമാ മസ്ജിദിൽ ഖബറടക്കം നടന്നത്. മന്ത്രിമാരായ MV ഗോവിന്ദൻ മാഷ്, സജി ചെറിയാൻ, മുൻ മന്ത്രി G സുധാകരൻ കൂടാതെ MLAമാരും രാഷ്ട്രീയ പ്രവർത്തകരുമടക്കം നിരവധി പ്രമുഖരാണ് മാനദണ്ഡങ്ങൾ പാലിച്ച് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചിട്ട് ഇന്ന് 100 വർഷം തികയുകയാണ്. 1921-ലാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത്. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിലൂന്നിയ വികസന കാഴ്ചപ്പാടിലൂടെയാണ് ഇന്നും കമ്മ്യൂണിസ്റ്റ് ചൈന ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ മാതൃകയായി തല ഉയർത്തി നിൽക്കുന്നത്. 1921-ലാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത്. ചെൻ ഡെക്സിയു, ലീ ദാവോ, മാവോ സെത്തുങ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പാർട്ടി രൂപീകരണം. രാജ്യത്ത് നിലനിന്നിരുന്ന ഏകാധിപത്യ ഭരണകൂടത്തിനെതിരായ പോരാട്ടത്തിലൂടെയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുത്താർജിക്കുന്നത്. അന്നുവരെ നിലനിന്നിരുന്ന വ്യവസ്ഥിതികളെ തകർത്തെറിയുന്നതായിരുന്നു ജനങ്ങൾക്കിടയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടപെടൽ. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം. പിന്നീട് മാവോ സെത്തുങ് ചിന്തകൾ, ചൈനീസ് സ്വഭാവമുള്ള സോഷ്യലിസം എന്നിവ പാർട്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തപ്പെട്ടു. ചൈനീസ് ആഭ്യന്തര യുദ്ധത്തിന് ശേഷം 1949 ഒക്ടോബർ 1-ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിക്കപ്പെട്ടു. സമ്പന്ന വർഗത്തിന് ആധിപത്യമുണ്ടായിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിൽ നിന്ന് രാജ്യത്തെ ജനതയെ മോചിപ്പിക്കുന്നതായിരുന്നു ആ മുന്നേറ്റം. ലോകരാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തികമായും സാമൂഹ്യമായുമുള്ള കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ മുന്നേറ്റം
സമ്പന്ന രാജ്യങ്ങളെപ്പോലും അമ്പരപ്പിക്കുന്നതായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിന്റെ 100 വർഷം പിന്നിടുമ്പോൾ സമ്പന്നനും ദരിദ്രനുമില്ലാത്ത ചരിത്രപരമായ ചുവടുവെപ്പിലേക്കുള്ള പാതയിൽ കൂടിയാണ് ആ രാജ്യം. എല്ലാ മേഖലയിലും ആധുനികവും ഐശ്വര്യപൂർണമായ സമൂഹത്തെ സൃഷ്ടിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് ചൈന. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ കരുത്തിലാണ് കമ്മ്യൂണിസ്റ്റ് ചൈന അതിന്റെ പുരോഗതിയെ കെട്ടിപ്പടുത്തത്. മറ്റ് സമ്പന്ന രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സമത്വത്തിന്റെ പാതയിലൂടെയാണ് ചൈനയുടെ ഈ മുന്നേറ്റം നടന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വികസനവും എന്ന 2 ലക്ഷ്യത്തിനായുള്ള രാഷ്ട്രീയ സാമ്പത്തിക പ്രത്യയശാസ്ത്രത്തിലൂടെയാണ് ചൈനയുടെ കുതിച്ചുചാട്ടം. ദാരിദ്ര്യത്തെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്ത് സോഷ്യലിസം കെട്ടിപ്പടുക്കാനുള്ള പാതയിലൂടെ മുന്നേറി ചൈന അതിന്റെ സുപ്രധാനമായ ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മേധാവി ഷീ ജിൻപിങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ചടങ്ങിൽ പ്രഖ്യാപിച്ചത്. ലോകരാജ്യങ്ങൾക്കിടയിൽ വ്യത്യസ്തമായ പാതയിലൂടെയുള്ള കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ മുന്നേറ്റം ആഗോളതലത്തിൽ പുതിയൊരു മാറ്റമുണ്ടാക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.